വേടന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാജ്യം വിട്ടുപോകില്ല, പാസ്പോർട്ട് ഉൾപ്പെടെ കൈമാറാം എന്നുള്ള വേടന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വനം വകുപ്പ് എടുത്ത കേസിൽ ഇപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. എന്റെ പൊന്നു ചേട്ടാ, കറുപ്പിനും 16 കരു, വെളുപ്പിനും 16 കരു. അപ്പോ ഒരു വട്ടം എന്താ കറുപ്പ് ആദ്യം വെച്ച? വർണ്ണങ്ങൾ നൂറതിൽ കറുപ്പിനാണ് പേര്, ചുവപ്പിനാണ് വീറ് മണ്ണിൽ വാഴുവാൻ പോര്. ആരാണ് വേടൻ? ഈ ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളൂ: നിശബ്ദമാക്കിയവന്റെ ശബ്ദം, ശബ്ദമില്ലാത്തവന്റെ ശബ്ദം. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരാള് പെട്ടെന്ന് നിശബ്ദനായി പോയതുപോലെ തോന്നിയോ? ഇല്ല, ഞാൻ നിശബ്ദനൊന്നുമില്ല. എന്നെ അങ്ങനെ നിശബ്ദനാക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊന്ന് വീണപ്പോ എന്റെ കൂടെയുള്ള ആൾക്കാർ വീണു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും പ്രതികരിക്കാൻ അറിയാത്തവരെ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ പ്രതികരിക്കാൻ പഠിപ്പിച്ച കുപ്പയിലെ മാണിക്യം. ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും. ഇപ്പൊ ഈ തിരക്കൊന്നും മാറട്ടെ. ഉപയോഗിച്ചിരുന്നു, എന്റെയാണ് പിടിച്ചേക്കണത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. വെറും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചതിന്റെ പേരിൽ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചാലുണ്ടാവുന്ന വാർത്താ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ വേടനെ എന്തിനെ വേട്ടയാടുന്നു? ഒരു പുലിപ്പല്ല് കൊണ്ട് ലോക്കറ്റ് തീർത്ത മാലയണിഞ്ഞതിനോ? ഒരു രേഖയുമില്ലാതെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തപ്പോ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തവരെന്തേ വേടനെ സപ്പോർട്ട് ചെയ്യാത്തത്? പുലിപ്പല്ലിൽ തീർത്ത വേടന്റെ കഴുത്തിലെ ഒരു മാലക്ക് പകരം സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ള 2 പുലിപ്പല്ലുകൾ കൊണ്ട് തീർത്ത മാല എന്തേ പോലീസ് കാണാതെ പോയത്? എന്തേ സമൂഹം കാണാതെ പോയത്? വേടന് കൊടുക്കുന്ന അതേ ശിക്ഷ സുരേഷ് ഗോപിക്ക് കൊടുക്കുവോ? ഇല്ല. എന്നിട്ടും വേടനെ ഇത്രമാത്രം വേട്ടയാടുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമുള്ളൂ: വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അടിമകളെയും ഉടമകളെയും വേർതിരിച്ചവന്റെ രാഷ്ട്രീയം. വളരെ കുറഞ്ഞ കാലം കൊണ്ട് വേടന് ഇത്രമാത്രം ജനപിന്തുണ എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു? വേടന്റെ വാക്കുകളാണ് ഊർജം. വിയർപ്പു തുന്നിയിട്ട കുപ്പായം. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രമാത്രം ആഴത്തിലുള്ള വാക്കുകൾ എഴുതിണ്ടാക്കാൻ കഴിയുന്നത്? ഈ വാക്കുകളെ പേടിക്കുന്നുണ്ട് പലരും. നീർനിലങ്ങളിനടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്, നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്ന. ചെറുപ്പത്തിൽ ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാൾ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം എന്നേ തീർത്തേനെ വേടനെ. ഒരു കഥ എഴുതുന്നതിന് പകരം, ഒരു ആർട്ടിക്കിൾ എഴുതുന്നതിന് പകരം, ഒരു മീഡിയക്ക് മുന്നിൽ പറയുന്നതിന് പകരം ജനങ്ങൾ ഏറ്റെടുക്കാൻ ഏറ്റവും നല്ല മാർഗം അതൊരു പാട്ടാണ്. ആ പാട്ടിലൂടെ താൻ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ, താൻ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്ത മറ്റുള്ളവർക്ക് മുന്നിൽ പകർന്നു കൊടുക്കുമ്പോൾ, ഒരു പുതു സമൂഹത്തിനെ, പുതുതലമുറയെ തന്റെ കൂടെ നിർത്തുമ്പോൾ അതിനെ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെയൊക്കെ അലയൊലികളാണ് 6 ഗ്രാം കഞ്ചാവിന്റെ പേരിൽ ഇത്രമാത്രം ഒരാളെ വേട്ടയാടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വേടൻ ലഹരിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു.